പാകിസ്ഥാനുമായി സൈനിക നടപടിക്കൊരുങ്ങുകയാണ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ. കാരണം ഇതുവരെ തീവ്രവാദികളെ വളർത്തുന്നില്ല, ഞങ്ങൾ തീവ്രവാദത്തെ വളർത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന പാകിസ്ഥാൻ റാണയെപ്പോലുള്ള ഒരാളെ അവിടെ ലഷ്കർ ഇ തോയ്ബയുടെ പല ക്യാമ്പുകളിലും റാണ പരിശീലനം നടത്തിയിട്ടുണ്ടെന്നും പാകിസ്ഥാൻകാരനായ റാണയെ ഈ തീവ്രവാദത്തിലേക്ക് നയിച്ചത് പാകിസ്ഥാനാണെന്നും ഇന്ത്യക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ ഉറപ്പിച്ച് പറയുകയാണ്. റാണ തന്നെ അത് പറയുന്നുണ്ട്. തന്നെ പരിശീലിപ്പിച്ചത് മുഴുവൻ പാകിസ്ഥാനാണ്. ഇതിന്റെ മുഖ്യ ഈ മുംബൈ ആക്രമണത്തിന്റെ എല്ലാ കാര്യങ്ങളും പാകിസ്ഥാൻ അറിയുകയും ചെയ്യാമായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ കാല് മാറുന്നതാണ് എന്നുള്ളത്. എന്തായിരിക്കും ഇന്ത്യയുടെ പാകിസ്ഥാനോടുള്ള നിലപാട്? ബോംബെ ഭീകരാക്രമണം എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. അന്ന് തന്നെ ഇന്ത്യയിലെ നേതാക്കൾ, ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് പാകിസ്ഥാനാണ് എന്ന് വ്യക്തമാക്കുകയുണ്ടായി. പക്ഷെ അതിന് വ്യക്തമായ തെളിവുകളൊന്നും അന്ന് നമുക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ ഒരു സൈന്യ നീക്കം സാധ്യമല്ലായിരുന്നു. വേണമെങ്കിൽ വെറുതെ കയറി അറ്റാക്ക് ചെയ്യാമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് ഇന്ത്യ അന്ന് തയ്യാറായില്ല. പക്ഷെ ഇപ്പോൾ റാണയെ കിട്ടുകയും എന്നെ അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്ത സമയത്ത് റാണ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബോധപൂർവം നടത്തിയ ഒരു ഭീകരാക്രമണമാണത്. അതിനാവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും പാകിസ്ഥാനിൽ വെച്ചാണ് നടത്തിയിട്ടുള്ളത്. പാകിസ്ഥാനിലെ തന്നെ ഭീകര സംഘടനകൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ റാണ പറയുന്നുണ്ട് എന്നാണ് വാർത്തകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയില്ല കൃത്യമായിട്ട് എന്താ. കാരണം പൊതുസമൂഹത്തിൻ്റെ പിന്നിലേക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ കൃത്യമായിട്ടുള്ള രീതിയിൽ എന്നെ കൊടുക്കണം എന്നില്ല. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു രഹസ്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടെങ്കിലും ഈ പൊതുവിൽ പ്രചരിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ ശരിയാകണം എന്നില്ല. അതിൻ്റെ അന്തർധാര എന്ന് പറയുന്നത് ഗവൺമെൻറ് മനസ്സിലാക്കുന്നത് അനുസരിച്ച് നമ്മൾ പുറത്തു നിന്ന് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചിരുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാൻ ബോധപൂർവമായിട്ട് നടത്തിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ ഭീകരാക്രമണം നടത്തിയ ആ രാജ്യത്തെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവരെ ശരിപ്പെടുത്തണം എന്നായിരിക്കും മിക്കവാറും ഉത്തരവുണ്ടാകും. ഇപ്പോൾ ഒരു മിലിറ്ററി സ്ട്രാറ്റജി അനുസരിച്ചിട്ട് പതുക്കെ പാകിസ്ഥാനിലേക്ക് ഒരു സൈനിക നീക്കം നടത്തുക, പിന്നീട് നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്യാം. പക്ഷേ എന്തായാലും ഇവനെ മുട്ടും ഇവനെ ഇടിക്കും എന്നൊക്കെയുള്ളൊരു ഫീൽ അവനുണ്ടാക്കി കൊടുക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സ്ട്രാറ്റജിക്കലി നമ്മുടെ സൈന്യം പാകിസ്ഥാന് നേരെ നീങ്ങാനായിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാർത്തയുണ്ടല്ലോ, അത് വേണമെങ്കിൽ സ്ഥിരീകരിക്കാമെന്നാണ്. ചിലപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചേക്കാം. അതിൻ്റെ കാരണം ഇതാണ്, എല്ലാം ഈ റാണയാണ് പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് നിൽക്കുന്നത്. പൊതുവെ ഇന്ത്യയുടെ നിലപാട് തീവ്രവാദത്തിനെതിരാണ്. എല്ലാ രാജ്യങ്ങളിലും പോയി ഇന്ത്യ പറയുന്നത് തീവ്രവാദത്തെ ഞങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇത്ര വലിയൊരു അടി ഇന്ത്യക്ക് നൽകുമ്പോൾ എങ്ങനെയാണ് ഇതിനെ ഇന്ത്യ പ്രതിരോധിക്കാൻ ഒരുങ്ങുന്നത്? അല്ല, ഇന്ത്യയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം പാകിസ്ഥാൻ ഇന്ത്യയെ ഭീകരവാദികൾ ഉപയോഗിച്ച് തകർക്കാനായിട്ട് ശ്രമിച്ചതാണോ എന്നുള്ളതാണ്. അങ്ങനെ ശ്രമിച്ചതാണ് എന്ന് കൃത്യമായിട്ട് റാണയിൽ നിന്ന് വിവരം കിട്ടിയാൽ അതിന് പ്രതികാരം ചോദിക്കാനായിട്ട് ഇന്ത്യ തയ്യാറായേ പറ്റൂ. കാരണം അത് ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഒന്ന്. രണ്ട്, BJP ഉയർത്തുന്ന ഒരു രാഷ്ട്രീയവും വെച്ച് പരിശോധിക്കുന്ന സമയത്ത് അതിന് വലിയ ഡയമെൻഷൻ ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം BJP ഇന്ത്യയിൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ ധ്രുവീകരണ രാഷ്ട്രീയത്തിൽ ഈ മുസ്ലിം ഘടകം അല്ലെ ഫാക്ടർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പാകിസ്ഥാൻ നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അത് ഒരു മുസ്ലിം തീവ്രവാദം ആണ് എന്ന് പറയുകയും അതിനെതിരെ ശക്തമായിട്ട് ആഞ്ഞടിക്കാനായിട്ട് സർക്കാർ തയ്യാറാവുകയും ചെയ്യേണ്ടത് ഒരാവശ്യമാണ്. കാരണം അവർ പൊളിറ്റിക്കലി അവരുടെ അജണ്ട അത് തന്നെയാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു സൈന്യ നീക്കം പാകിസ്ഥാനെതിരെ നടത്തിക്കൂടായില്ല. കാരണം മാത്രമല്ല, ഇതൊക്കെ തിരഞ്ഞെടുപ്പുകളെ ബാധിക്കുന്നത് കൂടിയാണ്. നമ്മളുടെ രാജ്യത്തെ എല്ലാ തിരഞ്ഞെടുപ്പുകളെയും യുദ്ധം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. ആ യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ വികാരത്തെ ശക്തിപ്പെടുത്തുകയും ഉണർത്തുകയും ദേശീയ വികാരത്തെ ശക്തിപ്പെടുത്തുന്നതായിട്ടുള്ള പാർട്ടികളെ അത് വലിയ രീതിയിൽ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കൃത്യമായൊരു കാരണം കിട്ടിയിരിക്കുകയാണ് ചെയ്യുന്നത്. മുംബൈ ആക്രമണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ്.
പാകിസ്ഥാൻ വളർത്തി വികസിപ്പിച്ച് വിട്ട ചില ഭീകരരാണ് ഇവിടെ വന്ന് അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുകയും അതേപോലെ തന്നെ നമുക്കെതിരെ ആക്രമണം നടത്തുകയും ചെയ്തത്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ സൈന്യ നീക്കം എന്ന് പറയുന്നത് ഉടനുണ്ടാവും എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ റാണയിൽ നിന്ന് പല വിവരങ്ങളും കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. ഈ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മറ്റെന്തെങ്കിലും പദ്ധതികൾക്ക് ഇയാൾ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടാകുമോ? ഇതൊക്കെ അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായി അറിയാവൂ. എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ ഇത്രത്തോളം ഇന്ത്യയെ ആക്രമിക്കാൻ ധൈര്യം കാണിച്ച റാണ, കേരളത്തിൽ എത്തിയ റാണ ഇന്ത്യയിൽ മുഴുവൻ ഒരു വലിയ ആക്രമണത്തിന് പദ്ധതി ഇട്ടിട്ടുണ്ടാകില്ലേ? അല്ല, ഭീകരപ്രവർത്തനത്തിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല, അത് വളരെ വലുത് തന്നെയായിരിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് പലയിടത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ആഗ്രഹങ്ങൾ എപ്പോഴും അവർക്ക് സാക്ഷാത്കരിക്കാൻ പറ്റാറില്ല. കാരണം ഒരു സ്ഥലത്ത് പൊട്ടിത്തെറി ഉണ്ടായാൽ അല്ലെങ്കിൽ അവരുദ്ദേശിച്ച തരത്തിൽ പൊട്ടിക്കാൻ പറ്റിയാൽ പിന്നീട് അത് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റാത്ത തരം സൈനിക ഇടപെടലുകളും അന്വേഷണങ്ങളും ഒക്കെ മുറുകുകയും ജാഗ്രത സന്ദേശങ്ങളെന്ന് പറയുന്നത് കടന്നു ചെല്ലുകയും അങ്ങനെ പിന്നീട് അവർക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത പോവുകയും ചെയ്യും. ഇവിടെയും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ റാണ പിടിക്കപ്പെട്ടു. കുറേ വിവരങ്ങൾ അദ്ദേഹത്തിന് ചോർത്തിയെടുക്കാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള ആളുകൾ അവരെ കണ്ടെത്താനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ കുറേ വിവരങ്ങളൊക്കെ അന്വേഷണ ഏജൻസികൾക്ക് സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതെത്ര മാത്രമാണ്, എങ്ങനെയുള്ളതാണ്, എന്താണ് അതിൻ്റെ സ്വഭാവം, അത് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് പുറത്ത് നിന്ന് നമ്മളതിനെ നിരീക്ഷിക്കുമ്പോൾ നമുക്കതിനകത്ത് വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്താനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ തൽക്കാലം നമുക്ക് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്നുള്ളതിലേ ശരി. പക്ഷേ പൊതുവായിട്ട് നമുക്ക് അവരുടെ ചില അനുമാനങ്ങൾ മറ്റുമൊക്കെ പത്രങ്ങളിലും അതേപോലെ തന്നെ ടെലിവിഷനിലൊക്കെ വരുന്നു, നമ്മളത് കേൾക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു സാധാരണ പൗരൻ എന്ന നിലക്ക് നമുക്ക് കരുതാവുന്നൊരു കാര്യം ഇതാണ്: ഇന്ത്യ തീർച്ചയായിട്ടും പാകിസ്ഥാനെതിരെ ഒരു സൈന്യ നീക്കം നടത്തി ഈ റാണയുടെ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ നീക്കം എന്നും വേണമെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്.